ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറും ചിക്കൻ കുറുമയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം പട്ട, കറാമ്പു, ഏലയ്ക്ക, 2 വലിയ സവാളയും കൂടി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. സവാള നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. തേങ്ങാച്ചോറിലേക്ക് നമ്മൾ സാദാ ചോറ് വയ്ക്കുന്ന അരിയാണ് ഉപയോഗിക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഞാനിവിടെ നിന്ന് 1 കിലോ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 2.5 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ അത് ചോറിന് ആവശ്യമുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒന്നുകൂടി ഇളക്കിയ ശേഷം വെള്ളം തിളയ്ക്കുന്നത് വരെ അടച്ച് വയ്ക്കാം. ഇനി കുതിർത്തി വാരിയ അരി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തേങ്ങ എടുത്ത് അരച്ചതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവാൻ വയ്ക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്ന് ഒന്നുകൂടി ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ച് വേണം ഇനി വേവിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കണം. ചോറ് റെഡിയായി. ഇനി നമുക്ക് അടപ്പിലേക്ക് കുറച്ച് കനൽ വാരിയിട്ട ശേഷം ദമ്മാക്കാൻ വയ്ക്കാം. ഇനി നമ്മൾ ചിക്കൻ കുറുമയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, വലിയുള്ളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ചതച്ചത്, ചിക്കൻ, ഉരുളക്കിഴങ്ങ്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ തേങ്ങയും കൂടി ആവശ്യമുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം പട്ട, കറാമ്പു, ഏലയ്ക്ക എന്നിവ ഒന്ന് പൊട്ടിക്കാനായി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വലിയുള്ളി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. വലിയുള്ളി വഴറ്റി വന്ന ശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്കിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത്
നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ മസാലകളൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിക്കാനായി വയ്ക്കാം. അപ്പം നല്ലപോലെ തിളച്ച ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം അനുസരിച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കാം. അതിനുശേഷം അടച്ച് വെച്ച് തിളയ്ക്കാനായി വയ്ക്കാം. അപ്പോൾ തിളച്ച് കഴിഞ്ഞതും നമ്മുടെ തേങ്ങാച്ചോറും ചിക്കൻ കുറുമയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക്